ജഡായു നേച്ചർ പാർക്ക് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായുപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ജഡായു എർത്ത് സെൻറ്റർ അഥവാ ജഡായു നേച്ചർ പാർക്ക്. 64 ഏക്കറാണ് പാർക്കിൻ്റെ ആകെ വിസ്തീർണം. സംവിധായകനായ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതിയാണിത്. ഇവിടെയുള്ള രാമായണത്തിലെ ജഡായുവിൻ്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ്. ജഡായു രാവണ യുദ്ധം ജഡായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്ന വിശ്വാസം. വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവും ഉണ്ട് ഈ ഒരു പക്ഷിശില്പത്തിന്. 100 കോടി ചെലവിൽ പണിതുയർത്തിയ പാർക്കിൽ ഒരു 6D തിയേറ്റർ, മലമുകളിലേക്ക് സഞ്ചരിക്കാൻ 1 കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ കാർ സംവിധാനം, ഒരു ഡിജിറ്റൽ മ്യൂസിയം തുടങ്ങിയ സംവിധാനങ്ങൾ പദ്ധതിയിലുണ്ട്. അഡ്വഞ്ചർ സോണും ആയുർവേദ റിസോർട്ടും പദ്ധതിയുടെ ഭാഗമാണ്. ജലപ്രതിസന്ധി പരിഹരിക്കാൻ 2 കുറ്റൻ പാറകളെ യോജിപ്പിച്ച് ചെക്ക് ഡാം നിർമ്മിച്ചു. ഇവിടെ മഴവെള്ളം ശേഖരിക്കുന്നുണ്ട്. ജലം എത്തിയതോടെ ജഡായുപ്പാറയുടെ താഴ്വാരങ്ങളിൽ പച്ചപ്പ് നിറഞ്ഞു വളർന്നു. വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി ഇതിന് സമീപത്തുള്ള വയലേലകളെ കൂട്ടിയിണക്കി കാർഷിക മാതൃകയ്ക്കും ഒരു രൂപം നൽകിയിട്ടുണ്ട്. കൂറ്റൻ ശില്പത്തിനുള്ളിലേക്ക് സഞ്ചാരികൾക്ക് കടന്നു ചെല്ലാം. രാമായണ കഥയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച് പക്ഷിയുടെ ഉൾവശത്തുകൂടി സഞ്ചരിച്ച് കൊക്ക് വരെ ചെല്ലാം. തുടർന്ന് പക്ഷിയുടെ കണ്ണിലൂടെ പുറത്ത് കാഴ്ചകൾ കാണാം. രാവണ ജഡായു യുദ്ധത്തിൻ്റെ 6D തിയേറ്റർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിയത്തിന് മുൻവശത്ത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച ഒരു ശില്പഫലകമുണ്ട്. ചിറകറ്റ് വീണ ജഡായുവിനെ പ്രകീർത്തിക്കുന്ന ONVയുടെ കവിത 3 ഭാഷകളിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഈ ഫലകത്തിൽ നമുക്ക് കാണാം. ഹിന്ദി പരിഭാഷ നടത്തിയത് തങ്കമണി അമ്മയും ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയത് K. ജയകുമാറുമാണ്.